അനിൽ ബോസ്, ഇവിടെ ഇതിന്റെ ഫൈനൽ നടപടി ഉണ്ടാവേണ്ടത് ഇംപീച്ച്മെന്റ് ആണ്. രാജ്യത്തെ ചരിത്രത്തിൽ ഇംപീച്ച്മെന്റ് അടുത്തോളം എത്തിയ ഇംപീച്ച്മെന്റ് നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുൻപ് ഇതേ അലഹാബാദ് കോടതിയിലെ ഒരു ജഡ്ജി ശേഖർ കുമാർ യാദവ് എന്നാണ് പേര്, VHP വേദിയിൽ പോയി പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന കൊടും വിഷവർത്താനം നടത്തിയതാണ്. ഇംപീച്ച്മെന്റ് ഒന്നും ആയിട്ടില്ല, പരസ്യമായ മാപ്പ് പറയണമെന്ന് കൊളീജിയം ആവശ്യപ്പെട്ടു. ആ നിർദ്ദേശത്തോട് ഈ വിഷവർത്താനം ന്യായീകരിക്കുന്ന വിശദീകരണം ഇറക്കുകയാണ് യാദവ് ചെയ്തത്. 50 രാജ്യസഭാംഗങ്ങൾ ഒപ്പിട്ട് നോട്ടീസും കൊടുത്തതാണ്. ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്താ ജയറാം രമേശ് പാർലമെന്റിൽ ഇക്കാര്യം പറയുന്നുണ്ട്. ഇതിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയക്കാരെടുക്കേണ്ട ഒരു ദൗത്യം എന്താണ്, ഒരു ഉത്തരവാദിത്തം എന്താണ് അനിൽ ബോസ്? അല്ല, രാഷ്ട്രീയ പാർട്ടി ഏതായാലും ഇത് ഇന്ത്യ മഹാരാജ്യം, ഈ പറയുന്ന സാമ്പത്തിക ഇടപാട് അവിടുത്തെ തീപിടുത്തത്തിലൂടെയാണെങ്കിലും പുറത്തു വരുന്നത് എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വളരെ ഞെട്ടലോടുകൂടി തന്നെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. ഇത് സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ തന്നെ ഉപാധ്യായയുടെ തന്നെ ഇടപെടൽ ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആക്ട് ചെയ്തിരിക്കുന്നു. ആക്ട് ചെയ്ത് 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നു. ഹിമാചൽ ചീഫ്, അതുപോലെ തന്നെ പഞ്ചാബ് ഹരിയാന ചീഫ്, മലയാളി കൂടിയായ ഒരാൾ കർണാടക ജസ്റ്റിസ് അടക്കം ഉള്ളൊരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഇരുന്നു കൊണ്ട് ജുഡീഷ്യറിയിൽ ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചയെ അപഹസിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാം ആകുലത ഉണ്ടാക്കുന്നതാണ്. എങ്കിലും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ചീഫിന്റെ ഇടപെടൽ, കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നടപടികൾ, അന്വേഷിക്കാനുള്ള പരിഗണനാ വിഷയങ്ങൾ, അതെല്ലാം വെച്ചുകൊണ്ട് പോകുന്നത് ഞാനൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇവിടെ നാം കാണേണ്ടത്, എനിക്ക് വളരെ അതിശയം തോന്നിയൊരു കാര്യം, ഈ വിഷയത്തിൽ അഗ്നിശമന സേനയുടെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ടുള്ള ആള് ആദ്യം കൊടുത്തൊരു പ്രതികരണം ഞാൻ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. കാരണം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയാണ്. പ്രാഥമികമായി റിപ്പോർട്ട് ചെയ്തത് ഈ വിഷയം അതിഗൗരവത്തോടുകൂടി രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതിനുശേഷം മേധാവി നടത്തിയ പ്രതികരണം അവിടെ നിന്നും ഒരു നോട്ടും കണ്ടെത്തിയിട്ടില്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തീപിടുത്തമുണ്ടായ സ്ഥലത്തുനിന്ന് കോടിക്കണക്കിന് രൂപ കണ്ടെത്തിയെന്ന് പിന്നീട് വരുന്ന ഓരോ ദിവസങ്ങളിലെയും റിപ്പോർട്ടുകൾ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ട് വരുന്നു, ചീഫ് ജസ്റ്റിസ് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ നേരിട്ട് ഇടപെടുന്നു, കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈ പറയുന്ന അന്വേഷണ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു, പോലീസ് കമ്മീഷണറുടേതായിട്ടുള്ള റിപ്പോർട്ടുകൾ കോടതി മുമ്പാകെ എത്തുന്നു, അവർ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ പക്ഷേ ആദ്യമായിട്ടായിരിക്കും ടൈംലി ഇങ്ങനെ ഒരു പോസ്റ്റിംഗ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കോടതിയുടെ നടപടികളെ വിശ്വാസത്തിലെടുക്കുമ്പോൾ തന്നെ, ഇത് ഞെട്ടലോടുകൂടി രാജ്യം നോക്കിക്കാണുമ്പോൾ തന്നെ, എന്തുകൊണ്ടാവും ഈ അഗ്നിശമന സേനയുടെ മേധാവി അവിടുന്ന് പണം കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നത്? അവിടെയാണ് ഈ ജഡ്ജി ആരോപിക്കുന്ന ജുഡീഷ്യൽ അന്വേഷണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ തനിക്കെതിരെ വരുന്നതിന് മുമ്പ് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, ഈ അന്വേഷണം വരുന്നതിന് മുമ്പ് തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു അന്വേഷണ വിഷയത്തിൽ ഒരു അഭിഭാഷകൻ കൂടിയായ വ്യക്തി എന്നുള്ളതിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയുന്നത് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. റിപ്പോർട്ട് വരട്ടെ, ആ റിപ്പോർട്ട് വരുമ്പോൾ പൊളിറ്റിക്കൽ നിലപാട് നമുക്ക് പറയാം.